ഹലോ, ഇതാണ് വീട്ടിലുള്ള കദംബം എന്ന് ഞാൻ വിളിക്കുന്ന മരം. കദംബം ആണോ ശരിക്കെന്ന് എനിക്കറിയില്ല. എന്നാലും ഇത് ചെമ്പകം എന്നൊക്കെ ചിലതിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ചെമ്പകമല്ല ഒരിക്കലും. നല്ല മണമുള്ള പുഷ്പങ്ങളാണ്. കാണാൻ വലിയൊരു ഭംഗിയൊന്നുമില്ല. ഒരു തണ്ടിൻ്റെ ഇരുവശത്തും ഇലകൾ വന്ന് ആ ഇലയുടെ മധ്യഭാഗത്തായിട്ടാണ് മുട്ട് വന്ന് ഈ പൂക്കൾ വിരിയുക. നല്ല മണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ പ്രദേശം ചുറ്റുവട്ടത്തുള്ള അവർക്കൊക്കെ നല്ല മണമായിരിക്കും. ഇത് രാത്രിയാണ് വിടരുക. സന്ധ്യക്കൊക്കെ മുറ്റത്തിറങ്ങിയാൽ നല്ല മണമാണ്. ഈ ഡിസംബർ ജാനുവരി മാസത്തിലാണ് കൂടുതലായും ഉണ്ടാവുക. ഇത് കണ്ടോ, ഈ ഇലയുടെ നടുഭാഗത്തായിട്ടാണ് ഇതിങ്ങനെ വിടർന്ന് നിൽക്കുക. അപ്പോൾ കൈകൊണ്ട് പറിക്കാൻ എത്തില്ല. നല്ല ഉയരത്തിലുള്ളത്, നല്ല ഉയരമല്ല. ഞാൻ 2 വർഷം മുന്നേ ഇതിൻ്റെ ഉയരം ഒരു 45 ഡിഗ്രി ചെരിച്ച് മുറിച്ചു കൊടുത്തിരുന്നു. പിന്നെ അത് കൂടുതൽ ഉയരം വയ്ക്കാതെ ചെറിയ ബ്രാഞ്ചസ് വന്ന് ഉണ്ടാകും എന്ന് ഒന്നിൽ വായിച്ചതുകൊണ്ട് അപ്രകാരമാണ് ഇപ്പോൾ മരങ്ങളൊക്കെ മുറിക്കാതെ. 45 ഡിഗ്രി ചരിച്ചാൽ വീടിനടുത്തുള്ള മരങ്ങൾ ഒരുപാട് ഉയരത്തിൽ പിന്നെ വളരില്ല. അപ്പോൾ വീടിന് നമുക്കധികം കാറ്റൊക്കെ വന്നാൽ പേടിക്കേണ്ട. പക്ഷേ ഇത് നന്നായിരുന്നു. മുറിച്ചതിന് ശേഷം ഇത് കണ്ടോ, ഇങ്ങനെ 6 ഇതളുള്ള ഒരു പൂവാണ്. നല്ലോണം മഞ്ഞ കളറായാൽ അതൊന്ന് തട്ടിയാൽ താഴെ വീഴും. അങ്ങനെ കുറേയൊക്കെ തട്ടിയെടുത്ത് അകത്ത് വയ്ക്കാനാണ്. അകത്ത് ഒരല്പം നനവുള്ള തുണിയിലൊക്കെ വെച്ചാൽ നല്ല മണമായിരിക്കും അകത്ത് കയറുമ്പോൾ. പിന്നെ പണ്ടുകാലത്ത് ഇത് വെളിച്ചെണ്ണയിലിട്ട് വയ്ക്കും. വെളിച്ചെണ്ണയിലിട്ട് വെച്ച് തലയിൽ തേച്ചാലും ആ എണ്ണയ്ക്ക് നല്ല മണമായിരിക്കും. പണ്ടൊക്കെ സ്പ്രേ സെൻറ്റൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അന്നൊക്കെ കൈതപ്പൂവ് ഇങ്ങനെ ഇത് ഒക്കെയാണ് വെളിച്ചെണ്ണയിലിട്ട് വെച്ച് ചെയ്യാറ്. ഞാനും അങ്ങനെ ഇട്ട് വയ്ക്കാറുണ്ട്. പക്ഷേ തലയിൽ തേക്കാൻ മറന്നുപോകും. എത്ര കാലം കഴിഞ്ഞാലും അതിൻ്റെ മണം പോകില്ല. അങ്ങനെ ഇതൊക്കെ പറിച്ചെടുത്ത് ഒരു 7-8 എണ്ണമേ ഉള്ളൂ. ഇത് നല്ല വലിപ്പം ഉണ്ടാകും. നിങ്ങൾക്കും ഈ ചെടി കിട്ടുമെങ്കിൽ നടുമല്ലോ.